ഇന്നിതാ ഒരു അടിപൊളി കടച്ചക്ക മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ദോശയുടെ കൂടി എന്തിൻ്റെ കൂടി നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ നമ്മൾ ഇറച്ചിക്കറിയുടെ രുചിയിലുള്ളൊരു കടച്ചക്ക മസാല. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് വന്നാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ മീഡിയം സൈസിലുള്ളൊരു കടച്ചക്കയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് തൊലി അതിൻ്റെ ആ ഒരു മൂക്കൊക്കെ കളഞ്ഞിട്ട് അത്യാവശ്യം വലിയ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കട്ടെ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കളറ് മാറും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ടൊരു ചീനച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 5-8 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം പൊടിയായി കട്ട് ചെയ്തെടുത്ത് കേട്ടോ. ഇനി സവാള പെട്ടെന്ന് തന്നെ വഴഞ്ഞു കിട്ടാനായിട്ട് ഞാനതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് സവാള നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, സവാളയൊക്കെ അത്യാവശ്യം വഴണ്ടിട്ടുണ്ട്, ഒരു പിങ്ക് കളറിലോട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല. ഇത്രയാണ് കേട്ടോ ഞാൻ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നമുക്ക് മല്ലിപ്പൊടിയൊന്നും ആവശ്യമില്ല. ഈ ചിക്കൻ മസാലയുടെ ഫ്ലേവർ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ പച്ചമണം മാറി വരുന്ന സമയത്ത് ഒരു ചെറിയൊരു തക്കാളി, ഒരു മീഡിയം സൈസിനേക്കാളും ചെറിയൊരു തക്കാളി ഞാൻ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരട്ടെ. ആ ഒരു ടൈം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ടാണ് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കടച്ചക്ക നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കടച്ചക്കയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ സവാളയ്ക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പും കൂടിയും ചേർത്തിട്ട് ഞാൻ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവുന്നതിന് ആവശ്യത്തിന് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് തിക്കായിട്ടുള്ളൊരു മസാലയായിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഞാനൊരു 1/2 ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കും കേട്ടോ. അത്രയും തന്നെ മതിയാവും. കണ്ടില്ലേ, ഇത്രയും മതി. ഇനി ഈ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നല്ല മൂത്ത കടച്ചക്ക ആയതുകൊണ്ട് തന്നെ 1-2 ആവി കൊള്ളുമ്പോഴത്തേന് നന്നായി വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാനൊരു 5 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും തന്നെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കടച്ചക്കയൊക്കെ കണ്ടാൽ തന്നെ അറിയാം കേട്ടോ, നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വെന്ത് കിട്ടി. കുക്കറിലിട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ അത് ഓവറായിട്ട് കുക്കായി ഉടഞ്ഞു പോകും കേട്ടോ. അപ്പം അങ്ങനെ വേണ്ട, നമുക്ക് ഈ പീസസ് കഴിക്കാൻ കിട്ടണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് നേരം ഞാൻ തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് ഇത് നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്തിരിയും കൂടി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ചൂടോട് കൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ കറിയുടെ ടേസ്റ്റിലുള്ള കടച്ചക്ക മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കിടിലൻ കോമ്പിനേഷനാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമാവും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.